ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു സ്റ്റൂ കറിയാണ്. അതിലേക്ക് വേണ്ട കുറച്ച് സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഞാൻ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണിത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 സവാള, 6 പച്ചമുളക്, 3 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ്, 4 ഗ്രാമ്പൂ, 4 ഏലക്കായ്, കുറച്ച് പട്ട. ഇത് 3 ഒപ്പരം ചതച്ചെടുക്കണം. കുറച്ച് കുരുമുളക് എടുത്ത് പൊടിച്ചെടുക്കണം. കഴുകി വെച്ച ഗ്രീൻ പീസ്, മുറിച്ച് വെച്ച എല്ലാ കഷ്ണങ്ങളും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ വെക്കുക. 1 മുറി തേങ്ങ ചിരവിയതാണിത്. അതിന് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെക്കുക. ബാക്കി നമുക്ക് തേങ്ങാപ്പാലാക്കി എടുക്കണം. മാറ്റി വെച്ച തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഗ്രീൻ പീസ് നമ്മൾ വേവിക്കുമ്പോൾ അധികം വെന്ത് പോകാൻ പാടില്ല. അതിൽ നിന്നുള്ള കുറച്ച് വെള്ളം മാറ്റി വെക്കണം. നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച സോയാബീൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാതെ എടുത്തു വെക്കുക. എടുത്തു വെച്ച സോയാബീൻ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് 2 മിനിറ്റ് വേകുന്നത് വരെ വെക്കുക. സോയാ ചങ്ക്സ് വെന്ത ശേഷം വേവിച്ച് വെച്ച എല്ലാ കഷ്ണങ്ങളും തേങ്ങാപ്പാലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കുന്നത് വരെ വെക്കുക. തിളച്ച ശേഷം പൊടിച്ച് വെച്ച ഗ്രാമ്പൂ, പട്ട, ഏലക്കായ് ചതച്ചതും കുറച്ച് കുരുമുളക് പൊടിയും ആട്ടി വെച്ച് തേങ്ങ ഇതിലേക്ക് ചേർക്കുക. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. നമ്മൾ മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറി കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കാച്ചിയത് ഒഴിക്കാം. ഈ കറി പുട്ട്, വെള്ളപ്പം, ചപ്പാത്തി, പൊറോട്ട ഇതിനൊക്കെ ഏറ്റവും നല്ല രുചിയുള്ളൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതാണ്.